ചെല്ലുപോലെ പാട്ടറിയില്ല. ഒരു ചായ വാങ്ങിട്ട് തോന്നുക എന്ത് ചെയ്യാനാ. ഈ ചിലവരിങ്ങനെ ഈ അപ്പ കണ്ടവരെന്തൊക്കെയോന്നൊക്കെ പറയുന്ന ആൾക്കാര്. ഹലോ, വെൽക്കം ബാക്ക്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീണ്ടും 5 ദിവസം അഡ്മിറ്റ് ആണ്. 2 ദിവസമായി പോയിട്ട് വരാം. കുഞ്ഞാവയ്ക്ക് ബിൽറൂബിൻ്റെ അളവ് കൂടുതലായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ. കുഞ്ഞാവ അതാ NICUവിലാണ് 2 ദിവസമായി. അപ്പം അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലും കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ. ഇന്നലെ അഡ്മിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇന്നലത്തെ മാനസികാവസ്ഥയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഇത്ര 5 ദിവസമായിട്ട് ഇത്ര ദിവസം നമ്മളെ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഇവിടെ റൂമിൽ കിടത്താൻ വേണ്ടിയിട്ട് അവർ മാക്സിമം നോക്കി. പക്ഷെ കുഞ്ഞാവ കിടക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കുക. പിന്നെ ഞങ്ങൾക്കും കരയുന്നത് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ ലൈറ്റൊന്ന് എടുക്കുക വെക്കുക അങ്ങനത്തെ ഇതാകുമ്പോൾ നല്ലപോലെ കിട്ടില്ലല്ലോ ലൈറ്റ്. അപ്പോൾ പിന്നെ NICUവിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ NICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഫോട്ടോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതിൽ കിടക്കുന്ന കാണുമ്പോൾ കയ്യിലൊക്കെ ഇതൊക്കെ വെച്ച് അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കണം. ബ്ലഡ് എടുക്കുമ്പോഴൊക്കെ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക തേങ്ങലൊക്കെ ആയിരുന്നു. അപ്പം ആദ്യമായിട്ട് കാണുന്ന ഒരു അവസ്ഥയല്ലേ. അപ്പോൾ അത് എന്നാലും ഇന്നൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ന് ഡോക്ടർ നോക്കിയപ്പോൾ ഇന്ന് പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ 21 കേട്ടോ. അപ്പോൾ 14 കുറവാണെങ്കിൽ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇന്നും 17 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ വയ്യായി വരുന്നതിന് നമ്മൾ അങ്ങനെ കാണുമ്പോൾ തന്നെ കാണാം കണ്ണിൻ്റെ ഈ ഭാഗത്തും ഇപ്പം നെറ്റിയിലൊക്കെ ആയിട്ട് ഒരു മഞ്ഞ നിറം അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞ നിറം നമുക്ക് തന്നെ വിസിബിളാണ് ആ മഞ്ഞ നിറം. അപ്പോൾ പിന്നെ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് കൂടുതൽ വയ്യായി വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഇന്നും കൂടി അവിടെ സേഫായിട്ട് കിടക്കട്ടെ. എനിക്ക് എപ്പോൾ വേണേലും പോയി കാണാം കേട്ടോ. ഞാൻ പോയി കാണുമ്പോൾ നേഴ്സുമാരൊക്കെ കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഡീൽ ചെയ്യാനറിയാം. അപ്പോൾ അവർ ഭയങ്കര ഇപ്പോൾ കുഞ്ഞ് വാശി പിടിക്കുമ്പോഴും അവർ ഭയങ്കരമായിട്ട് കാമാക്കുന്നുണ്ട്. അപ്പോൾ അവൾ നല്ല പോലെ അവിടെ കിടക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനും വിചാരിച്ചു മാറണ വരെ അവിടെ കിടന്നോട്ടെ, അത് ഭേദമായിട്ട് പോവാന്ന്. അപ്പം അങ്ങനെ ഉള്ളൊരവസ്ഥയാണ് ഇപ്പോഴത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് ഞാൻ പമ്പ് ചെയ്യുന്ന അത് കൊണ്ടുവന്നിട്ടില്ല. അത് വാങ്ങിയിട്ടില്ല കേട്ടോ. അത് ഞാൻ വാങ്ങാൻ വിട്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇതാക്കിയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ പമ്പ് വാങ്ങിയാൽ മതിയായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ടേ അത് വീട്ടിലെത്തുള്ളൂ. അപ്പം അതാണ് അവസ്ഥ. അപ്പം നിങ്ങൾ പ്രഗ്നൻസി ബാഗിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ പമ്പും കൂടി വെച്ചോളൂ കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഭയങ്കര കടച്ചിലാണ് കേട്ടോ. ഇപ്പം അവൾ 2 മണിക്കൂർ കൂടുമ്പോൾ ഇപ്പം എനിക്ക് അത്ര നേരം കൂടി ലൈറ്റിൽ ഇരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫീഡ് ചെയ്യുന്നില്ല. അവൾക്ക് ഇതിൽ പാലായിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സ്പൂൺ ഫീഡാണ് അവർ ചെയ്യണത്. അപ്പം കാരണം പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫീഡ് ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ച് സമയം കൂടി അവൾ ലേറ്റെന്ന് പുറത്തേക്ക് ഞാൻ എടുക്കുമല്ലോ, അതുകൊണ്ട്. അപ്പം എനിക്ക് അവൾ സക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അവൾക്കും ഉണ്ട് കേട്ടോ. അവൾക്ക് ഇത് ഇതാവുമ്പോൾ അവളിങ്ങനെ നുണയണതും അവളും തീരെ ഓക്കെ അല്ല സക്ക് ചെയ്യാനായിട്ട്. ഞാനും തീരെ ഓക്കെ അല്ല കേട്ടോ. എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തോ ഒരു ലൈഫിൽ സ്പെഷ്യൽ ഫീലിംഗ്, സ്പെഷ്യൽ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ പ്രഗ്നൻസീൻ്റെ മുന്നേ ആയിട്ട് ഇത് വാങ്ങിച്ചോളൂ കേട്ടോ പമ്പ്. അത് എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് വാങ്ങണം. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്ന് വാങ്ങി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് ഭയങ്കരമായിട്ട് കല്ലച്ച് വേദനിച്ച് എന്താ പറയുക, നമ്മൾ സഹിച്ച ഡെലിവറീൻ്റെ അത്ര പെയിനൊന്നുമല്ല. പക്ഷേ ഇതൊരു വല്ലാത്ത പക്ഷേ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. വല്ലാതെ കല്ലപ്പും കാര്യങ്ങളൊക്കെയാണ്. വല്ലാത്ത പെയിനാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇതിൽ വെക്കും. ഒരു 2 മണിക്കൂർ കൂടുമ്പം
കളക്ട് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കും. അവിടുന്ന് നഴ്സസ് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബ്രസ്റ്റ് കേക്ക് നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ പോയിക്കൊണ്ട് കൊടുക്കണം. ആ സമയത്ത് നമുക്ക് കുഞ്ഞുവാവനെ കാണാൻ പറ്റും കേട്ടോ. കുഞ്ഞുവാവ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ കണ്ട് നമുക്ക് ഗൗണൊക്കെ തരും. അതൊക്കെ ഇട്ട് കൈയൊക്കെ കഴുകി തൊപ്പിയും മാസ്കൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇപ്പൊ 2 ദിവസമായിട്ട് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഫസ്റ്റത്തെ ഡേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് കാണിച്ചിട്ടും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. കാരണം അതെങ്ങനെയും ഒന്ന് മാറിയിട്ട് ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാനുള്ളതല്ലേ. അവിടെ അവിടെ നമുക്ക് എങ്കിലും കാണാൻ പറ്റുമല്ലോ ഉള്ള ആശ്വാസത്തിൽ നമ്മൾ ഞാൻ നിൽക്കും. കംപ്ലൈന്റ് എന്തിന് കുട്ടി മതി ഞാൻ വേണ്ട, കുട്ടി മതി ഞാൻ വേണ്ട. എന്തായാലും ഓരോരുത്തരുടെ മാറ്റങ്ങള് സമ്മതിക്കണം. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നീ കുട്ടി കുട്ടി പറഞ്ഞതൊക്കെ ഞാൻ എപ്പോഴും നിന്നോന്ന് പറഞ്ഞാൽ നിൽക്കേണ്ടത്. എന്നിട്ട് പോയി നീ എന്നോട് എന്തോ ഒരു ചായ വാങ്ങിട്ട് തോന്നുക എന്ത് ചെയ്യാനാ. ഈ ചിലവരിങ്ങനെ ഈ അപ്പ കണ്ടവരെന്തൊക്കെയോ എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു 6 മണിക്കൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റിട്ടോ. എന്തോ ഒരവസ്ഥയായിരുന്നു. എഴുന്നേറ്റിട്ട് പക്ഷേ ഏട്ടാ എഴുന്നേറ്റില്ല. അങ്ങനെ ഞാൻ പോയിട്ട് കുഞ്ഞാവേനെ കണ്ടു. ഫീഡ് ചെയ്യാൻ പറ്റിട്ടോ. ഫീഡ് ചെയ്തിട്ട് അവൾ കുടിക്കുന്നില്ല. കാരണം ബ്ലഡിൻ്റെ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൈയൊക്കെ കുത്തി ഭയങ്കര സങ്കടമായിട്ട് തേങ്ങി കരയായിരുന്നു. അപ്പോൾ കുടിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പം എന്നിട്ട് ഇങ്ങനെ ഞാൻ പാലെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് സിസ്റ്റർ കൊടുത്തു. എന്നിട്ടൊരു വിധം കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉറക്കിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം 2 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഒന്നും കൂടി ഫീഡ് ചെയ്യാൻ പോകണം. റിസൾട്ട് വരും. റിസൾട്ട് 14 കുറവാണെങ്കിൽ അല്ലെങ്കിലും വീട്ടിൽ പോകും. 14 കൂടുതലാണെങ്കിലും വീട്ടിൽ പോകാം. നമുക്ക് നോക്കാമെന്ന് പറയാം. ഇനിയും ഇവിടെ കിടക്കാൻ വയ്യ. ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ 12 ആയിട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് സമ്മറിയൊക്കെ വാങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞാവപ്പം വരും. കുഞ്ഞാവനെ തന്നിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, രേഗു. ഇവിടെ NICUലാണ്, കോട്ടക്കൽ മിംസിലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇവിടുത്തെ നേഴ്സാണ്. രേഗു ആണ് കേട്ടോ നമുക്ക് ഈ ഹോസ്പിറ്റലും സജസ്റ്റ് ചെയ്തത്. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പം അതും ഇവിടെ കവറായി കിട്ടി. പിന്നെ ഡെലിവറീൻ്റെ കാര്യമൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഈ ബിൽറൂബിൻ കൂടിയ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ സ്റ്റിച്ച് ഉണങ്ങുന്നതിനും ബ്ലീഡിങ് ഉണ്ട്, അത്യാവശ്യം പെയിൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും നിൽക്കണം. ഞങ്ങളിങ്ങനെ ഇഞ്ഞ കുടിക്കാനിട്ടാ. അത് ഞങ്ങൾ വീട്ടിൽ പോകും. എന്ത് മടിയാന്നറിയോ കുടിക്കാൻ. ഭയങ്കര മടിച്ചാണ്. ഫുൾ ഉറക്കാണ്. അതിൻ്റെ ഇടയിൽ തട്ടിക്കുടഞ്ഞ് കാലൊക്കെ പിടിച്ച് ചെവിയുടെ ഭാഗം ഇങ്ങനെ തട്ടിയിട്ടൊക്കെ കൊടുക്കണം. എന്നാലേ എന്തെങ്കിലുമൊക്കെ കുടിക്കുള്ളൂ. സുന്ദരി ഉറങ്ങല്ലേ. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോകും. 2 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം. പേടിച്ചു പോയി മനുഷ്യൻ കാണാതെ. ഇപ്പം സന്തോഷമായി. സുന്ദരി ഉറങ്ങല്ലേ. ബിസിയായി. കൈ ഇവിടുന്ന് വെക്കോ?